Audio Jungle. ഹലോ നമസ്കാരം. ചിത്ര ബിൽഡേഴ്സ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ക്യാപ്ചർ ലൊക്കേഷൻ ഇത്ര ദിവസമായിട്ട് ബ്ലോക്കായിരുന്നു. അതായത് അത് നമുക്ക് ചെയ്തെടുക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ടെന്നാണ് അറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഇറക്കാം. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നൊരു ഇമ്പോർട്ട് യുവർ പെർമിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അറിയാം പ്രൊജക്ട് ഡീറ്റെയിൽസ്, അതിൽ വേണ്ട ഡീറ്റെയിൽസ് കൊടുക്കുക. അടുത്ത ലോക്കൽ ബോഡി ഡീറ്റെയിൽസ്, അടുത്താണ് ക്യാപ്ചർ ലൊക്കേഷൻ. ക്യാപ്ചർ ലൊക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ അതിൽ വന്നിട്ട് ഡ്രോ പ്ലോട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു എഡിറ്റ് ബട്ടൺ ഇവിടെ കാണാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നെയിം ഓഫ് ദി പ്രൊജക്റ്റ്, അപ്പോൾ ആ ക്ലയൻറ്റിൻ്റെ പേര് ഇവിടെ കാണും. അടുത്തത് പ്രൊപ്പോസ്ഡ് ബിൽഡിംഗ് ഹൈറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ഒരു ഹൈറ്റ് കൊടുക്കാം. നമ്മൾ പ്ലാനിൽ ഉള്ള പെർമിറ്റുള്ള ഒരു ഹൈറ്റ് നമ്മളവിടെ കൊടുക്കാം. എന്നിട്ട് സബ്മിറ്റ് എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ ചോദിക്കും പ്ലീസ് ഡ്രോ ദി പ്ലോട്ട് ആൻഡ് സബ്മിറ്റ് എന്ന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ പ്ലോട്ട് എവിടെയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ നമ്മൾ ഷൊർണൂർ എന്ന് കൊടുക്കുക. നമ്മുടെ പ്ലോട്ടുള്ളത് ഷൊർണൂരാണ്. അപ്പോൾ ഷൊർണൂർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ അതിൻ്റെ സബ് ടൈറ്റിൽസ് വരും. അപ്പോൾ എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഷൊർണൂർ പരിസരം എത്തി. അപ്പോൾ ഇതാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ. ഇവിടുന്ന് നേരെ ഇത് തൃശ്ശൂർ ചെറുതുരുത്തി ഭാഗമാണ്. ഇവിടുന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നേരെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സൈറ്റുള്ളത് പൊതുവാൾ ജംഗ്ഷനിൽ നേരെ കുളപ്പള്ളി റോഡിന് വന്നു കഴിഞ്ഞാൽ സേക്രഡ് ഹാർട്ട് കോളേജ് ഉണ്ട്. അതായത് ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഈ ഒരു ഇറക്കം കഴിഞ്ഞ് ഇവിടെ ഓൾറെഡി ഒരു ക്യാപ്ചർ ലൊക്കേഷൻ 1, 2 ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടുത്തായിട്ടാണ് നമ്മൾ ഈ പ്ലോട്ട് ഇരിക്കുന്നത്. ഏകദേശം ഇവിടെ ആയിട്ട് വരും. അപ്പം നമ്മൾ എം സ്ക്വയർ എത്രയാണ് നോക്കുക. നമുക്ക് ഏകദേശം വന്നിരിക്കുന്നത് 294 നമ്മളെ എം സ്ക്വയർ വന്നിരിക്കുന്നത്. അപ്പോൾ അത് നേരെ ഇവിടെ ഏകദേശം ഡ്രോ ചെയ്തതിനു ശേഷം ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എത്ര ഏരിയ എന്നുള്ളത് നമുക്കിവിടെ അറിയാൻ പറ്റില്ല. ഇവിടെ ഒന്നും എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നേരെ സബ്മിറ്റിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ സബ്മിഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ബിൽഡിംഗ് ഹൈറ്റ് കാണിക്കുന്നുണ്ട്. പ്ലോട്ട് ഏരിയ 232.89 നമുക്കുള്ളത് 294. അപ്പോൾ അത് എഡിറ്റ് ചെയ്യണം. ഡിസ്ട്രിക്ട് പാലക്കാട്, ലോക്കൽ ബോഡി നെയിം ഷൊർണൂർ മുനിസിപ്പാലിറ്റി, എം എന്ന് പറയുന്ന മുനിസിപ്പാലിറ്റിയാണ്. വില്ലേജ് ഷൊർണൂർ ഫസ്റ്റ്, താലൂക്ക് ഒറ്റപ്പാലം. നെയിം ഓഫ് എയർപോർട്ട് കോഴിക്കോട് എയർപോർട്ടാണ്. അതുപോലെ റെയിൽവേ സോൺ ഡീറ്റെയിൽസ്, റെയിൽവേ സോൺ നോ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ZRZ എന്ന കോസ്റ്റൽ റെഗുലേഷൻ സോണാണ്, അത് നോട്ട് ഇൻ ZRZ സോൺ. ലാൻഡ് സ്ലൈഡ് പ്രോൺ ഏരിയ ആണ് ചോദിക്കുന്നത്. ഡിസ്റ്റൻസ് ഫ്രം ലാൻഡ് സ്ലൈഡ് ഏരിയ അത് നോട്ട് അപ്ലിക്കബിൾ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇത് എഡിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഒരു എഡിറ്റ് ബട്ടൺ ഉണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് സെൻഡ്, നാവിഗേഷൻ ടു ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഡിലീറ്റ് ഉണ്ട്. എന്തെങ്കിലും ചെയ്തതിൽ എന്തെങ്കിലും മാറ്റം ഡിലീറ്റ് ചെയ്ത് രണ്ടാമത് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ എഡിറ്റ് ബട്ടണിൽ പോയി കഴിഞ്ഞാൽ നമ്മളെ ഡ്രോയിങ് ഇങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ ഇതിനെ നമുക്കൊന്നും കൂടി സൈസ് ഒന്ന് കൂട്ടി വെക്കാം. ഇവിടെ എഴുതി കഴിഞ്ഞാൽ റൈറ്റ് ക്ലിക്ക് ടു കംപ്ലീറ്റ് പോളിഗൺ എഡിറ്റിംഗ് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് കുറച്ചും കൂടെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇപ്പോൾ 290.3 ഉണ്ട്. ഏകദേശം അതിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്ര മതി. അത് കഴിഞ്ഞ് നമുക്ക് നാവിഗേഷൻ ടു ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ ശേഷം ഇതൊന്ന് ക്ലിക്ക് ചെയ്യാം.
അപ്പോൾ ഇതൊരു പുതിയൊരു ഓപ്ഷനാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കി നോക്കാം. അപ്പം ഞാൻ ഇരിക്കുന്ന ഭാഗമാണ് കേട്ടോ, എൻ്റെ ലൊക്കേഷനാണ് കാണിക്കുന്നത്. അപ്പം എൻ്റെ ലൊക്കേഷനിൽ നിന്ന് ഇങ്ങനെ ഇവിടെ ഒരു KSEB ഉണ്ട്, ഉണ്ടാവും ഫുള്ള് ഡീറ്റെയിൽസ് ആയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇരിക്കുന്ന ഭാഗം ഹെഡ് സൗത്ത് എന്ന് കൊണ്ടാണ് കൊടുത്തിരിക്കുന്നത്. പാലക്കാട് ഷൊർണൂർ റോഡ് ആറാണി ഭാഗത്താണുള്ളത്. അവിടെ നിന്ന് ഇങ്ങനെ വന്ന് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ലൊക്കേഷൻ ഇവിടെ ആയിട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ ഒന്നുകൂടി അഡ്വാൻസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ പാലക്കാട് ഷൊർണൂർ റോഡ് 10 മിനിറ്റ് ആണ് ഫാസ്റ്റസ്റ്റ് റൂട്ട്, ബെസ്റ്റ് അറ്റ് ഹെവിയർ ട്രാഫിക് യൂഷ്വൽ. ബൈക്കിൽ വന്നു കഴിഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്താമെന്നാണ് പറയുന്നത്. കാറിലാണെങ്കിൽ 12 മിനിറ്റ് കൊണ്ട് എത്താമെന്ന് പറയുന്നുണ്ട്. പിന്നെ എൻ്റെ ലൊക്കേഷൻ അടിച്ച് ഷൊർണൂർ സെർച്ച് ചെയ്താൽ അത് കറക്റ്റായിട്ട് കിട്ടും. നമുക്ക് ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട്, നാവിഗേഷൻ വന്നിട്ടുണ്ട്. PWD റോഡ്, പിന്നെ നമുക്ക് മുനിസിപ്പാലിറ്റി വന്നിട്ട് ഈ ഇതിനെ വന്നു കഴിഞ്ഞാൽ PW റെസ്റ്റ് ഹൗസ് ഉണ്ട്. മുനിസിപ്പാലിറ്റി ഏകദേശം ഈ ഭാഗത്തായിട്ടാണ് കാണുന്നത്. പക്ഷെ ഇവിടെ സെൻറ്റ് തെരാസസ് ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്, ഇതിൻ്റെ ഇടയിലായിട്ടാണുള്ളത്. പക്ഷെ അത് ഇവിടെ ഇതാ മുനിസിപ്പാലിറ്റി ഓഫീസ് ഷൊർണൂർ. ഓക്കെ, അപ്പോൾ നമുക്കത് മാറ്റാം. ഒന്നും ചെയ്യല്ല. അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മളത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ടത് പ്രൊസീഡ് ചെയ്യാം. ക്യാപ്ചർ ലൊക്കേഷൻ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് ഇനി എല്ലാവരും ക്യാപ്ചർ ലൊക്കേഷൻ മാർക്ക് ചെയ്യാതെ പോകണ്ട, എല്ലാം സെറ്റായിട്ടുണ്ട്. അതായത് എറർ വരാൻ സാധ്യതയുണ്ട്. അതായത് നമ്മൾ സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അത് എറർ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ എല്ലാവരും അത് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും ഇത് ഉപകാരപ്രദമായൊരു വീഡിയോ ആയിരിക്കും. അതുപോലെ നിങ്ങൾക്ക് ഇമ്പോർട്ട് പെർമിറ്റ് ചെയ്യാനോ ട്രാൻസ്ഫർ പെർമിറ്റ് ചെയ്യാനോ ഡ്രോയിങ് അതുപോലെ സ്ക്രൂട്ടിനി പാസ്സാക്കാൻ അല്ലെങ്കിൽ എറേഴ്സ് ഒന്ന് സോൾവ് ചെയ്യാൻ ഇതിനൊക്കെ വേണ്ടിയിട്ട് എന്നെ സമീപിക്കാവുന്നതാണ്. എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ.